വിദേശത്ത് MBBS പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ഇഷ്ടപ്പെട്ട രാജ്യമാണ് ജോർജിയ. പക്ഷെ ഇപ്പോൾ ജോർജിയൻ MBBSുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളും ഡൗട്ട്സ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് ജോർജിയൻ MBBS ഇന്ത്യയിൽ വാലിഡ് ആണോ, NMCയുടെ ഗൈഡ് ലൈൻസ് ഒക്കെ അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ ഫോളോ ചെയ്യുന്നുണ്ടോ, ജോർജിയയിൽ MBBS പഠിക്കാൻ 9 വർഷമാണോ കാലാവധി, എത്ര വർഷമാണ് അവിടെ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്, ഇനി അവിടെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും എക്സാം എഴുതേണ്ടതുണ്ടോ, ആ എക്സാം ഇംഗ്ലീഷിലാണോ, ഇങ്ങനെ കുറേ സംശയങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ സംശയം ജോർജിയയിൽ പഠിക്കുന്ന MBBS ഇന്ത്യയിൽ വാലിഡ് ആണോ എന്നുള്ളത്. അതറിയുന്നതിന് അവർ ആ ഒരു യൂണിവേഴ്സിറ്റി NMCയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നറിയണം. NMCയുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്നറിയാനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. സോ ആ വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അടുത്തത് ജോർജിയയിൽ 9 വർഷമാണോ കോഴ്സിൻ്റെ കാലാവധി എന്നുള്ളത്. NMC ഗൈഡ് ലൈൻസ് പ്രകാരം ജോർജിയയിൽ 5 വർഷം കോഴ്സിൻ്റെ കാലാവധിയും 1 വർഷം ഇന്റേൺഷിപ്പും ഉണ്ട്. അപ്പോൾ തന്നെ 6 വർഷമായി. ഈ 6 വർഷത്തെ പഠനം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു എക്സാമും എഴുതാതെ തന്നെ ജൂനിയർ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ആ ലൈസൻസുമായിട്ട് ഇന്ത്യയിൽ വന്ന് നെക്സ്റ്റ് എക്സാം എഴുതി നിങ്ങൾക്ക് രജിസ്റ്റേർഡ് പ്രാക്ടീഷണർ ആകാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ജോർജിയയിൽ 9 വർഷമാണ് MBBSന്റെ കാലാവധി എന്ന് പറയുന്നത്? നമ്മൾ ജൂനിയർ ഡോക്ടർ അല്ലാതെ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡോക്ടർ ആവാനോ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോർജിയയിൽ തന്നെ ഒരു PG MBBSൽ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 6 വർഷം MBBS പഠിക്കാനും 3 വർഷമാണ് PGയുടെ കാലാവധി. അങ്ങനെയാണ് അത് 9 വർഷമാകുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യയിലാണ് നിങ്ങൾ MBBS ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്നതെങ്കിലും ഇവിടെയും നിങ്ങളൊരു ജൂനിയർ ഡോക്ടറായിട്ടാണ് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ MBBSുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കുന്നതിനും വിദേശത്ത് കുറഞ്ഞ ചെലവിൽ MBBS പഠിക്കാനും അഡ്മിഷനും ഗൈഡ് ലൈൻസിനും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം സ്റ്റാൻഫോർഡ് സ്റ്റഡി അബ്രോഡ്.